ഹായ്, കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20 മിനിറ്റിൽ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? അതും പാൽപ്പായസം. അതിന് വേണ്ട കാര്യങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. പാൽ വെച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, നെയ്യ്, അരി. പിന്നെ ആ പാത്രത്തിലിരിക്കുന്ന പൂക്കൾ കണ്ടിട്ട് അത് നമുക്ക് പായസത്തിനുള്ളതല്ല, അത് ചുമ്മാ ഭംഗിക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അരി എടുക്കുമ്പോൾ ഉണങ്ങലരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നുറുങ്ങായി കിട്ടിയ നല്ലത്. അരി കഴുകി നമ്മളൊന്ന് വാര വയ്ക്കണു. കുക്കർ എടുക്കണം, 2 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിക്കണോ, അരി ഇടണോ. അരി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ പാലൊഴിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവാണ്ടിരിക്കാനാണ് നെയ്യിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മൊരിച്ചെടുക്കണത് കേട്ടോ. പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കിയിരിക്കണം. അടി തട്ടിയിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക, അടിയിൽ പിടിക്കരുത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ പാലെടുക്കുന്നുണ്ട്. ഞാൻ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. നന്ദിനിയുടെ ഗുഡ് ലൈഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഒരു 130 ഡിഗ്രിയിൽ പാസ്ചറൈസ്ഡ് ചെയ്തിട്ടുള്ള പാക്കറ്റുകളാണ്. നമ്മൾ വാങ്ങിച്ചാൽ തന്നെ 2-3 മാസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇൻ കേസ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പാല് തിളച്ച് വന്നതിന് ശേഷം നമ്മളത് അടച്ചു വെക്കുന്നു. അടച്ചു വെക്കുമ്പോഴേ ഇതുപോലെ പുറത്തേക്ക് അപ്പാടെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ചാടും. അപ്പം നമ്മൾ പേടിക്കേണ്ട, നമ്മൾ സിമ്മിലിട്ട് വെക്കുക. സിമ്മിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നമ്മളത് സിമ്മിലിട്ട് വെക്കണു. ദെൻ വന്ന് നോക്കിയിട്ട് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറി തുറക്കരുത്. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് തുറക്കുക. അതിനുശേഷം ഒന്ന് അടി തട്ടി ഇളക്കണു. മധുരം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കുക. ഓഫ് ചെയ്യണു. വേറൊരു പാത്രത്തിലേക്ക് പകുത്ത് വെക്കുക. ഒരു ബൗളിലേക്ക് എടുക്കുക. ചൂടാറിയിട്ടോ ചൂടാറാതെയോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കഴിക്കാം. ഓണൊക്കെയാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഒരു 10-20 മിനിറ്റിൽ തന്നെ മാക്സിമം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പായസത്തിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഞങ്ങളുടെ അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. അമ്മയാണത് എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. ചിങ്ങം 1 ഇന്ന് നമ്മളൊരു മധുരത്തിൽ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കമൻ്റ് അറിയിക്കണം. താങ്ക്